സത്യജിത്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡീനിനെതിരായ ആരോപണത്തിൽ കൈമലർത്തിയ ചെയർമാൻ സുരേഷ് ഗോപി കോടതി തീരുമാനിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്നാണ് പ്രതികരണം. ഇന്റേണൽ കമ്മിറ്റി റിപ്പോർട്ടാണോ എല്ലാം തീരുമാനിക്കുന്നത് എന്നും സുരേഷ് ഗോപി ചോദിച്ചു. ലൈംഗികാരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഡീനിനെ പുറത്താക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. IC റിപ്പോർട്ട് വന്നാൽ തീരുമാനം എടുക്കൂ. ഞങ്ങൾക്ക് ലീഗൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലേ, ഞങ്ങൾക്ക് ലീഗൽ കൺസൾട്ടേഷൻ ഇല്ല. ഈ അവകാശങ്ങളൊന്നും ചെയർമാനും ആ ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല. നിയമപരമായി അത് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള സമയം ഞങ്ങൾക്ക് കോടതി തന്നിട്ടുണ്ട്. അതിന് മേലെ നിങ്ങളുടെ അവകാശവും നിങ്ങളുടെ അംഗീകാരവും നിങ്ങളുടെ പെർമിഷനും ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കൃത്യമായിട്ടാണ് അതിൻ്റെ വഴിയെ പോകുന്നത്. YS അഭിനന്ദ വിവരങ്ങളുമായി ചേരുകയാണ്. YS അഭിനന്ദ, സ്ഥാപനത്തിന്റെ മേധാവികൾക്കുള്ളതുപോലെ തന്നെയുള്ള എല്ലാ അവകാശങ്ങളും ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്കുമുണ്ട്. അവരുടെ ആവശ്യമാണ് ചോദ്യം. മധു, സത്യജിത്ത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡീനിനെതിരായ പരാതി വരുന്നത് 2022-ലാണ്. 2022 തന്നെയാണ് സത്യജിത്ത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി സുരേഷ് ഗോപി ചുമതല ഏൽക്കുന്നതും. അതിനിടയിലാണ് ആഭ്യന്തര അന്വേഷണമടക്കം പ്രഖ്യാപിച്ചു. കോടതിയുടെ പരിഗണനയിലേക്ക് വിഷയം വരുന്നു. ആ വിഷയത്തിനകത്ത് കൃത്യമായ ഒരു നിലപാട് ചെയർമാന്റെ ഭാഗത്തുനിന്നും ഇല്ലാത്ത വാർത്ത നമ്മൾ തന്നെ നൽകിയിരുന്നു. അതിന്റെ പ്രതികരണമാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഇന്ന് നടത്തിയത്. കോടതിയാണോ നിങ്ങൾ എന്നുള്ള ചോദ്യമാണ് മാധ്യമപ്രവർത്തകരോട് ഇന്ന് സുരേഷ് ഗോപി ചോദിച്ചത്. സത്യജിത്ത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡീനിനെതിരായിട്ടുള്ള പരാതി അത് കോടതിക്ക് മുമ്പാകെയുള്ള വിഷയമാണ്. നാളെ ഒരു കാലത്ത് ഡീനിനെതിരെ എന്തിന് പരാതി നൽകിയെന്നുള്ള ചോദ്യം മാധ്യമങ്ങൾ തന്നെ ഉന്നയിക്കേണ്ട സാഹചര്യത്തിലേക്ക് താൻ എത്തുന്നില്ല. എന്തായാലും കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. അത് കോടതി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. ഇത് ചോദിച്ചപ്പോൾ ക്ഷുഭിതനായ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. നിങ്ങളാണോ കോടതി എന്നൊക്കെ രീതിയിലുള്ള പ്രതികരണം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിനെതിരെ പലപ്പോഴും ഇത്തരത്തിൽ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് ക്ഷോഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അത് ഇന്ന് ആവർത്തിക്കുകയാണ് ചെയ്തത്. സത്യജിത്ത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗുരുതരമായ പരാതി അത് സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും വന്നപ്പോൾ അതിനകത്ത് ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള വാർത്തയിലാണ് ക്ഷുഭിതനായത്. കോടതിയിലിരിക്കുന്ന വിഷയത്തിൽ എന്തിന് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കണം? നാളെ ഒരു കാലത്ത് ഡീനിനെതിരെ നടപടിയെടുത്താൽ നിങ്ങൾ തന്നെ തിരിച്ച് വാർത്ത നൽകുമല്ലോ എന്നുള്ള പ്രതികരണം അത് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. ഡീനിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഡീനിനെതിരെ നടപടിയെടുക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റാഫുകളുടെ സംഘടന അതും മുന്നോട്ട് വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത്. കുറെ നാളുകൾക്ക് ശേഷമാണ് അത്തരത്തിലൊരു പ്രതികരണം വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.